എല്ലാ ഗഡികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിക്കലാണ്. നമ്മുടെ വാഴയിലൊക്കെ പൊതിഞ്ഞ് അതിനെ നമ്മൾ കനലിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പരിചയപ്പെടുത്താം. നമ്മളിപ്പോൾ ഇവിടെ മേടിച്ചിട്ടുള്ളത് ഒരു ചൂരക്കണ്ണി എന്ന് പറഞ്ഞ മീനാണ്. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് അതിനെ കഴുകി വെടുപ്പാക്കി നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിലേക്ക് ഒരു ചെറിയൊരു മസാല ആഡ് ചെയ്യും. എന്നിട്ട് വേണം അതിനെ പൊരിക്കാൻ. ഫസ്റ്റ് അതിനൊന്ന് പൊരിക്കും, അതിന് ശേഷമാണ് ചുട്ടെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം, മസാലയൊക്കെ ശരിക്കും പെടാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ആ മീനിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡിലും നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് ആദ്യം നമ്മൾ എടുത്ത് വെച്ചാൽ ഒരു 1.25 ടീസ്പൂൺ കഷ്ടി, ഒരു 1.5 സ്പൂൺ ചെറിയ സ്പൂൺ മുളക് പൊടി ഉണ്ട്. അത് നമ്മൾ ഈ ഇലയിലേക്ക് വയ്ക്കുക. പിന്നെ ഒരു 2 ചെറിയ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഇതുപോലെ തന്നെ ക്രഷായിട്ട് പൊടിച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ട ഒരു ഉപ്പ്. ഇതിലൊരു വലിയ സ്പൂൺ ഉപ്പിടാം, കുറച്ചും കൂടി ഇടാം, എന്നിട്ട് ഉപ്പ് ശരിക്കും അതിൽ പിടിക്കണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മുറി നാരങ്ങ നീര് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് പതുക്കെ മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്ത ഈ മസാല നമ്മൾ ചെറുതായിട്ട് ഇതിന് മുമ്പിലൊന്ന് പരത്തി ഇതിനെ നമ്മളെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. നല്ലോണം ഇതിൻ്റെ വിടവുകൾ നമ്മൾ വരഞ്ഞിട്ടുള്ള ആ ഗ്യാപ്പിലൊക്കെ നല്ലോണം ഒന്ന് കൈ കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കതിൻ്റെ അത് പിടിക്കുള്ളൂ. നമ്മൾ വയർ കീറിയിട്ടുണ്ട്, അപ്പോൾ വയറിൻ്റെ ഉള്ളിലും കുറച്ച് ഒന്ന് കൈ കൊണ്ടാക്കി കൊടുക്കണം. നല്ലതാണ്. 2 സൈഡിലും നല്ലോണം തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ നല്ലോണം നമ്മൾ ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ഇത്. അപ്പോൾ അതിൻ്റെ ഈ ഉപ്പും നമ്മൾ തേച്ചുള്ള മുളക് പൊടിയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. എന്നിട്ട് നമുക്കിതിൽ ചെറുതായിട്ടൊന്ന് മറ്റേ ചട്ടി വെച്ചിട്ട് അതിൽ ഒന്ന് ഒരു പകുതിയോളം വേവാക്കിയിട്ടൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് ഇതാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാല പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു 20 മിനിറ്റ് മാക്സിമം, അരമണിക്കൂർ വരെ വയ്ക്കാം. കാരണം അരമണിക്കൂർ വെച്ചാൽ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഇനി എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചൂടിനും ഇത് വറുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേറൊരു മസാലയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പൊള്ളിക്കുക. അപ്പോൾ നമ്മുടെ ആ എടുത്ത് വെച്ച മീനിൻ്റെ മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്കൊരു പകുതിയോളം വേവ് നമുക്കിതിലൊന്ന് ഫ്രൈ ആക്കി ഇടണം, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് അതിലേക്ക് പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് മീനതിലേക്ക് വയ്ക്കാം. ഇനി മീൻ നമുക്ക് അതിലേക്ക് ഇടാം. ചെറിയ തീയിലൊന്ന് നമുക്ക് മുരിഞ്ഞാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് കനലിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പകുതിയോളം വേവ് ഇല്ലായാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വേവ് കനലിൽ ശരിയാക്കി എടുക്കാം. ഇത് വറുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പൊള്ളിക്കണയിലേക്ക് ഒരു ചെറിയ മസാലയും കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിത് വറുത്തതിന് ശേഷം പറഞ്ഞുതരാം. നമ്മുടെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞുണ്ട്, അപ്പോൾ ഒന്ന് പതുക്കെ മറച്ചിടാം. ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് 2 സൈഡൊന്ന് ആക്കിയാൽ മതി. അപ്പോൾ വലിയ മീനായ കാരണം 2 സൈഡും കൊള്ളണില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം മുരിഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറ്റാണ്. ഇനി നമുക്കിനി ബാക്കി ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കാണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇലയിലേക്ക് ഇതെടുത്ത് വയ്ക്കാം.
ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇനി ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾ ഒരു 2 സബോള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത് ഇടുന്നു. കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുള്ളി ഇല്ലേ, ചെറുള്ളി ഒരു 10-20 എണ്ണം നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചെറുള്ളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. സബോളയും ഈ ചെറുള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആ മസാലയിലേക്ക് കുറച്ച് ഉപ്പാവും ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കുറച്ച് മീനിലിട്ടുണ്ട്, എന്നാലും നമ്മുടെ ഈ മസാലയിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമാണ്. പെട്ടെന്ന് വാടും ചെയ്യും. ഇതിനൊരു ഗോൾഡൻ കളറാവും ഈ ഉള്ളി വഴണ്ട് ഇതായി വരുമ്പോൾ. അപ്പോൾ നമ്മളതിലേക്ക് ഒരു നമ്മുടെ തക്കാളി ഇല്ലേ, അത് ചെറുതാക്കി അരിഞ്ഞ് ഇതിൽ ആഡ് ചെയ്യുക. കുറച്ച് വേപ്പിൻ്റെ ഇല നമ്മളിതിലിടണം, ഇത് വഴണ്ട് വരുമ്പോൾ. ഇത് കുറച്ചിങ്ങനെ ഒന്ന് വാടുമ്പോൾ നമ്മൾ ഒരു സാധനം കൂടി ആഡ് ചെയ്യണം. അതിൽ നമ്മുടെ പച്ചമുളകിൻ്റെ ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് ചതച്ചത്, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് വാട്ടാം. ഇനിയിപ്പോൾ അത് ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് ആവും. ഇപ്പോൾ അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളി ചേർക്കണം. പിന്നെ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതാണ് ഇനി ചേർക്കേണ്ടത്. അതിനോടുകൂടി ലാസ്റ്റായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും ചേർക്കണം. ഏകദേശം ഇത് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ മുളക് പൊടിയും ഇതും ഇടാം. മുളക് പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ആ പച്ചക്കുത്ത് പോകുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ചെറുതാക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അപ്പം പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1-1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു കഷ്ടി 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ജസ്റ്റ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. അപ്പം എല്ലാം കൂടി മൊരിഞ്ഞതിൻ്റെ ഒരു മണം സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് മതി, ചെറിയ തീയിലൊന്നും ആക്കിയാൽ മതി. ആ മുളക് പൊടിയിലും മല്ലിപ്പൊടിയിലും പച്ചക്കൂത്തിൻ്റെ മണം പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇനി നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഈ മസാലയിൽ ഇതായതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കാം, ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് കായം പൊടി ഒന്ന് ആഡ് ചെയ്യണം, കുറച്ച് മതി. ഏകദേശം നമ്മുടെ തക്കാളി വഴണ്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ നീര് ആഡ് ചെയ്യണം. അവിടെ ആഡ് ചെയ്താൽ നമ്മുടെ മസാല കഴിഞ്ഞു. ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതി. ഒരു നാരങ്ങ 2 സ്പൂൺ വരണ പോലെ ഒരു ചെറിയ നാരങ്ങയുടെ ഒരു സൈഡ് മാത്രം ആഡ് ചെയ്യാം.
നമ്മുടെ മസാലയുടെ ഇത് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ പൊള്ളിക്കണതിലേക്ക് ഒരു വാഴ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതായിരിക്കും ആക്കാം. ഇതുപോലെ ഒരു വാഴ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വാഴട്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിത് മടക്കുമ്പോൾ ആ കുടിയും. നമ്മുടെ വാഴ ഏകദേശം ഒന്ന് വഴണ്ടുണ്ട്. വഴണ്ടി വാഴയിലേക്ക് നമ്മളിനി ഈ മീനും മസാലയും സെറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ആദ്യം കുറച്ച് മസാല ഇങ്ങനെ ഇടുക. ഈ മസാലയുടെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള മീനെ മുകളിലേക്ക് വയ്ക്കുക. ബാക്കിയുള്ള മസാല അതിൻ്റെ മുകളിലേക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ മസാലയും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് വെച്ചു. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് പതുക്കെ റോൾ ചെയ്ത് കൊടുക്കാം. മടക്കിയതിന് ശേഷം നമ്മളൊരു ഫോയിൽ പേപ്പർ എടുക്കാം. അങ്ങനെ നമ്മൾ ഈ വാഴയുടെ അതിലേക്ക് വെച്ചിട്ട് ഈ ഫോയിൽ പേപ്പറിൽ നമ്മൾ പൊതിയണം. റോൾ ചെയ്ത് ഫുള്ളായിട്ട് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മളിനി നമ്മുടെ കനലിലോട്ട് ഇടാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കനൽ ഏകദേശം ശരിയായിട്ട് അപ്പോൾ നമ്മളിനി അതിലേക്ക് ഫോയിൽ പേപ്പറിൽ ആക്കിയിട്ടുള്ളത് പതുക്കയിലേക്ക് വെക്കുകയാണ്. രണ്ട് മിനിറ്റ് കൂടുമ്പോൾ പതുക്കെ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. കാരണം നല്ല ചൂടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിത് വേണ്ടോ, മാക്സിമം 5-10 മിനിറ്റ് അതിനുള്ളിൽ ഇതാവും. കാരണം ഒരു 75-80% നമ്മളിത് വേവിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ ഏകദേശം ശരിയായില്ലേ, നമുക്കത് എടുത്ത് പതുക്കെ പുറത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ മീൻ പൊള്ളിച്ചത് തുറക്കാൻ പോവുക. ഫോയിൽ പേപ്പർ പതുക്കെ തുറക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. വാഴയിൽ കിടന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് സാധനം കിടന്നിട്ട്. ഉള്ളിൽ ഇപ്പോഴും നല്ല ചൂടാണ്. നല്ല ചൂടുണ്ട്. പതുക്കെ ഞാൻ തുറക്കണുള്ളൂ. ഫോയിൽ പേപ്പർ ഞാൻ കളയട്ടെ. ഇതിൽ നിറച്ച് എന്താണ്ട് ഇതുണ്ട്. പതുക്കെ ഞാൻ ഓപ്പൺ ആക്കാണ് കേട്ടോ. ആഹാ, നല്ല അടിപൊളിയായിട്ട് മീൻ ബന്ധമുണ്ട്. കഷ്ണം എടുത്ത് ടേസ്റ്റ് നോക്കാൻ പോവാ. ചൂടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള മീനായിട്ടിരിക്കണേ. അപ്പോൾ അതിൽ കുറച്ച് മസാല എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് പതുക്കെ കഴിച്ചോട്ടെ. ഇപ്പോൾ എരിവ് എല്ലാത്തിനും പാകത്തിന് വേണം. നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ ശരിക്കും വെന്തിട്ടുണ്ട്. കണ്ടാ നോക്കിയാൽ ശരിക്കും പോരുണ്ട് കണ്ടാ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം. നന്നായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.